ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ് ഓൺ പൂഫു മാഷ്. എല്ലാവർക്കും പൂഫു മാഷിൻ്റെ പുതിയ എന്തൊക്കെയാണ് പറയേണ്ടത് ഓർമ്മല്ല അല്ലേ? പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൈലത്തിൽ എല്ലാത്തിൻ്റെയും മാരത്തോൺ നടക്കുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്കൊരു സിൽവർ ബട്ടൺ കാണാൻ പറ്റും. അത് നിങ്ങളെപ്പോലത്തെ അതേ വിദ്യാർത്ഥികൾ നമുക്ക് തന്ന സമ്മാനമാണ്. അതേപോലെ ഈ അക്കൗണ്ട് നമുക്ക് 100K എത്തിച്ചിട്ട് സമ്മാനം നമുക്ക് വാങ്ങേണ്ടതുണ്ട്. സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം ഇങ്ങനെയാണ്: ചിത്രത്തിൽ ABCD ഉണ്ട്. ഈ 4 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 3 ആംഗിൾ കണ്ടുപിടിക്കണം. കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് സെൻറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചോദ്യം ആംഗിൾ DBC എത്ര എന്നാണ്. DBC എന്ന് പറഞ്ഞാൽ നമുക്ക് വരച്ച് നോക്കാം. DBC എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് DBC. അത് വളരെ ഈസി ആയിട്ട് കിട്ടും, കാരണം ഈ കാണുന്നത് സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഈ കാണുന്നത് എന്ത് കിട്ടും? DBC 130ൻ്റെ പകുതി 65. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. മാക്സിമം നിങ്ങൾ അങ്ങനെ വരച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ തെറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 65 ആയിരിക്കും. ഈസി PC. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ആംഗിൾ ACB എത്ര എന്നാണ്. ACB എന്നാൽ ഈ കാണുന്ന ആംഗിളാണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ ഓൾറെഡി അറിയാം. ആൻഡ് ഈ കാണുന്ന ആംഗിൾ 100 അപ്പോൾ പല കുട്ടികളും ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. മക്കളെ, ഈ കാണുന്ന ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതൊരിക്കലും കണ്ടുപിടിക്കാനില്ല, കാരണം ഇത് 100 ഡിഗ്രിയാണ് തന്നത്. ഇത് സെൻട്രൽ ആംഗിൾ അല്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ നേരെ പകുതിയൊക്കെ എഴുതി വെക്കും. പല ചോദ്യങ്ങൾക്കും ഈ കാണുന്ന ആംഗിളിനൊക്കെ ഇതിൻ്റെ നേരെ പകുതിയൊക്കെ എഴുതി വെക്കും. 100ൻ്റെ പകുതി എന്നൊക്കെ എഴുതി വെക്കും. അത് തെറ്റാണ്, കാരണം ഇത് സെൻട്രൽ അല്ല. സെൻട്രൽ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 100 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? ലീനിയർ പെയറാണ്, 80 ഡിഗ്രിയാണ്. 180. ഇതിന് വീഡിയോ കിട്ടിയാൽ 180. അപ്പോൾ നോക്കിയേ, ഇത് 80, ഇത് 65. അപ്പോൾ എത്ര കിട്ടി? 140, 145. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയ്ക്ക്? 145 ആണെങ്കിൽ 150, 35 ഡിഗ്രി എന്ന് കിട്ടും. ഈസി PC. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ആംഗിൾ ABD എത്ര എന്നാണ്. ABD ആണെങ്കിൽ നമുക്കറിയാം ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് ഏറ്റവും സിമ്പിളായുള്ള വഴി, ഇതെന്താണ്? സെൻറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഡയമീറ്റർ ആണ്, അഥവാ വ്യാസമാണ്. സോ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 65 ഡിഗ്രി ഓൾറെഡി ആയി. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 70, 25 ഡിഗ്രി എന്ന് ഈസി ആയിട്ട് കിട്ടും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ആംഗിൾ 35 അല്ലേ, അതന്നെ ആ ഒരു വഴി തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക്, ഇതേപോലെ ചിത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ SSC ഫ്രണ്ട്സിന് തന്നെ അയച്ചു കൊടുക്കുക. കുറച്ച് കഷ്ടപ്പെട്ടിടുന്ന വീഡിയോ ആണ്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ABC ആർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. ABC എന്ന് പറയുന്നത് പോയിൻറ്റ്സ് ഓൺ ദി സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ AOB 50 ഡിഗ്രി ആണെങ്കിൽ, AOB = 50 ഡിഗ്രി ആണെങ്കിൽ ചോദ്യം ഒന്ന്, ആംഗിൾ ADB എത്ര? ADB നന്നായിട്ട് ശ്രദ്ധിക്കുക. ADB എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ അല്ലേ? അത് AOB. ഇതേ ABയിൽ തന്നെ തുടങ്ങി അവസാനിക്കുന്ന ആംഗിളാണ് ADB അല്ലേ? AOB ADB. അപ്പോൾ ഇത് കറക്റ്റ് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഈ കാണുന്ന ആംഗിൾ ഉണ്ടാവുക. സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത് 25 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം, ABCയുടെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാൻ. ABC എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഇതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ കാണുന്ന ആംഗിൾ ഓൾറെഡി 50, 25 കിട്ടി. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഈ കാണുന്നതും ACB ആണ്. Aയിൽ തുടങ്ങി Bയിൽ അവസാനിക്കുന്നു. ഇത് രണ്ടും സെയിം അല്ലേ? നോക്കിയേ, ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിളിൻ്റെ ആർക്ക്, ഇത് ഓപ്പോസിറ്റ് ആർക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചിത്രം വേണേൽ ഞാൻ കാണിച്ചു തരാം. ഒരു കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇങ്ങനെ വരുന്ന ആംഗിളും ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. ആ സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 25 ആണ്. ഇനി അടുത്ത എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 80 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ BOC ആണ്. അപ്പോൾ Bയിൽ തുടങ്ങി Cയിൽ അവസാനിക്കുന്നു. ഈ കാണുന്ന ആംഗിൾ നോക്കിയേ, BAC ആണ്. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ ഈ കാണുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ട്രയാംഗിളിൻ്റെ മുഴുവൻ ആംഗിളും കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 25, ഇത് 40 സമം 65 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 65ഉം 5ഉം 70, 70ഉം 10ഉം 80 + 100 115 കിട്ടും. അങ്ങനെ ഈ കാണുന്ന 3 ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സാധാ ട്രയാംഗിൾ പ്രോപ്പർട്ടി. അപ്പോൾ കാണുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷേ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റാണ്. ഒരു കോഡ് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് ഇത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. ഈ ഒരൊറ്റ ഐഡിയ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. സ്നേഹമുള്ള മക്കളല്ലേ? കുറേ ആൾക്കാർക്ക് അറിയാത്തതുണ്ട്, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. SLC നമ്മൾ അടിപൊളിയാക്കുക, അത് യാതൊരു സംശയവും മക്കളെ ശ്രദ്ധിച്ചു. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഈ കാണുന്ന ചിത്രത്തിൽ
സെൻറ്ററുകൾ തന്നിട്ടുണ്ട് ആൻഡ് ഈ കാണുന്ന ആംഗിൾ PQR എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചത് POR എത്ര? മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ച്, POR എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന സർക്കിൾ നിങ്ങളൊന്ന് നോക്കുക. ഇത് അതിൻ്റെ കോഡിൻ്റെ ഭാഗമാണ്, സെൻട്രൽ ആംഗിളാണ്. ആൻഡ് ഈ കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആർക്കിലാണെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കില്ല ഇത് വരിക. 70 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 140. വലിയ സർക്കിൾ നിങ്ങൾ നോക്കിയാൽ വേണ്ട, ഈ കാണുന്ന സർക്കിൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ, അതിൻ്റെ നേരെ പകുതി. ഇനി അടുത്ത് നോക്കുക, ആംഗിൾ PSR ആണ്. PSR എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. ഇത് നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന സർക്കിൾ നോക്കുക, വലിയ സർക്കിൾ. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം. അപ്പോൾ ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. സോ ഇത് 140 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിരിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം. ഈ കാണുന്നതും ഈ കാണുന്നതും കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. അതിന് അടുത്തത് ആംഗിൾ PCR ആണ്. ഈ കാണുന്ന ആംഗിൾ നമുക്കറിയാം, ഇത് ഇദ്ദേഹത്തെ പറഞ്ഞതുപോലെ സെൻറ്ററാണ് തന്നിട്ടുണ്ട്. സോ ഇത് സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ 40ൻ്റെ നേരെ ഡബിൾ വരും ഇവിടെ ആൻസർ. സോ 80 ഡിഗ്രി. അപ്പോൾ 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കാണുമ്പോൾ പല കുട്ടികൾക്കും എന്ത് ചെയ്യും? ടഫാണെന്ന് തോന്നും. ഇനി ഞാനൊരു A+ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതായത് പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് ഉറപ്പിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുക്കാം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇതാണ് ആ ചോദ്യം. ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ, ഈ കാണുന്ന ചിത്രത്തിൽ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ABCD ആർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. ABCD എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞെന്താ? AEB ഈക്വൽ ടു 30 ഡിഗ്രി. AEB എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് CBE ഈക്വൽ ടു 20 ഡിഗ്രി. CBE ഈ കാണുന്ന ആംഗിൾ 20 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളും തന്നിട്ടുണ്ട്. ഇത് 30, ഇത് 20. പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് കിടക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. O സെൻറ്റർ തന്നിട്ടുണ്ട്. BCE എത്ര? അത് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. BCE എന്ന ടോട്ടൽ ആംഗിൾ 180 എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. സോ ഇത് 30 ആണെങ്കിൽ ഇത് 20 ആണെങ്കിൽ 50. സോ ഈ കാണുന്നത് 130 കിട്ടും. കാരണം ടോട്ടൽ 180. അടുത്ത ചോദ്യം ആംഗിൾ ADB എത്ര? ഈ കാണുന്ന ക്വസ്റ്റ്യനാണ് അടുത്ത ചോദ്യം. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കണ്ടുപിടിക്കാൻ നേരിട്ടൊന്നും തന്നിട്ടില്ല. എന്നാൽ ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്നത് ലിനിയർ പെയറാണ്, രേഖീയ ജോഡി. അപ്പോൾ ഈ കാണുന്ന മൊത്തം ആംഗിൾ 180 ആയതുകൊണ്ട് ഇത് 130 ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ആംഗിളും 50 ഡിഗ്രി. ECPC. അടുത്തത് ആംഗിൾ DAB ആണ്. DAB എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. നമുക്കറിയാം ഇത് സെൻറ്ററാണ് കൃത്യമായിട്ട് തന്നതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആംഗിൾ ABD എത്ര? ABD എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് 90, ഇത് 50, 140. സോ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി.